വളാഞ്ചേരി ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചെഗുവേര സെന്ററിൽ നടന്ന അനുമോദന യോഗം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം ക്ലാസ് മുറികളിൽ ഒതുങ്ങാതെ തന്റെ ചുറ്റുപാടുമുള്ള വിഷയങ്ങൾ കാണാനും പഠിക്കാനും ഇടപെടാനുമുള്ള ആർജവം നേടിയെടുക്കണമെന്ന് ചെയർമാൻ ചടങ്ങിൽ കുട്ടികളോടായി പറഞ്ഞു. നിങ്ങൾക്ക് നൽകിയ ഈ ആദരവ് ചെഗുവേരയെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണം. ചെഗുവേരയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ അവർക്ക് ഇനിയുള്ള നിങ്ങൾ ഏതെങ്കിലും വലിയ വലിയ കാര്യങ്ങളിൽ എത്തിക്കുമ്പോൾ ഇവർ നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഒരു സ്വപ്ന കൂട് എന്നുള്ള രീതിയിൽ ഒരുപാട് വീടുകൾ വെച്ചു. എല്ലാ മാസവും മുടങ്ങാത്ത രീതിയിലുള്ള മരുന്ന് വിതരണം അടക്കമുള്ള ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ആ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്താണെന്ന് കൂടി നിങ്ങൾ അന്വേഷിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. അത് പഠിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ചേരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചേരണം. അങ്ങനെ ചേരുന്ന കുട്ടികളായി നല്ല കുട്ടികളായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഇവിടെ ഈ ആദരിക്കൽ ചടങ്ങിന്റെ ഔപചാരികമായുള്ള തുടക്കം കുറിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എക്സിക്യൂട്ടീവ് ആവുന്ന ജന്മദിനമാണ് ഇന്ന് എന്ന് ഓർമ്മിക്കുകയാണ്. ഈ സദസ്സിന്റെ എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. ഈ പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് ഒരു വലിയ കേക്ക് നമുക്ക് കഴിക്കേണ്ടതുണ്ട് എന്ന് കൂടി അറിയിച്ചുകൊണ്ട് നമ്മുടെ അടുക്കളയിലേക്കുള്ള ദൂരം കൂടുകയും അമേരിക്കയിലേക്കുള്ള ദൂരം കുറയുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അടുക്കളയിൽ ദോശ ഉണ്ടാക്കുന്ന അമ്മ ഉമ്മറത്തെ പേപ്പർ വായിക്കുന്ന ഭർത്താവിനെ ഊൺമേശയിലേക്ക് വിളിക്കുന്നത് മൊബൈൽ ഫോണിലൂടെ. എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കാലം. ഞാനിപ്പോ ഒരു മാസം മുമ്പ് എനിക്ക് ആരോ ഒരു മൊബൈൽ അയച്ചത്, ഒരു വീഡിയോ അയച്ചത്. വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളും പേരക്കുട്ടികളും ഒക്കെയുള്ള ഒരു വൃദ്ധനായ ആള് മരിച്ചു കിടക്കുന്ന ഒരു വീട്ടില് 8 പേര് ആ മൃതശരീരത്തിൽ കിട്ടിയിരിക്കുന്നത്. 8 പേരും മൊബൈൽ നോക്കി അതിൽ തോണ്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മൃതദേഹത്തിന് കേരളം, മറ്റു രാജ്യങ്ങളിലൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ ഭാഷ നിർബന്ധമായി പഠിക്കണം എന്ന് നിർബന്ധമുള്ള കാലത്ത് കേരളത്തിന് മലയാളം പഠിക്കണമെന്ന് നിർബന്ധമില്ല. മാത്രമല്ല, മിനിഞ്ഞാന്ന് ഒരു ജില്ലാ കളക്ടർക്ക് ഒരു കുട്ടി കത്ത് എഴുതി, മഴക്കാലമാണ്, അതുകൊണ്ട് അവധി അനുവദിക്കണം. കളക്ടർ പറഞ്ഞത് ആദ്യം നീ അക്ഷരം എഴുതാൻ പഠിച്ചു പോവാ, കാരണം അതിലെ അക്ഷരങ്ങൾ ഇവിടെ തെറ്റായിരുന്നു കത്തില് എന്നാണ് പറയുന്നത്. 10ാം ക്ലാസ് പഠിക്കുന്ന പ്ലസ് 2 പഠിക്കുന്ന കുട്ടിയായിരുന്നു. പറയുന്നില്ല, എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞ് വേഗം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊക്കെ എല്ലാവർക്കും മഴയൊക്കെയാണ് വീട് പിടിക്കാനുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ നമ്മുടെ പുരസ്കാരങ്ങൾ എല്ലാവർക്കും കിട്ടി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മുമ്പൊക്കെ നമ്മളിങ്ങനെ എന്തുണ്ടെങ്കിലും അന്ന് പുരസ്കാരങ്ങളൊന്നുമില്ല. അന്ന് ഇതുപോലെ ഇപ്പൊ ഞാന് ആദ്യമായിട്ട് BBC കിട്ടിയപ്പോൾ പുരസ്കാരം വാങ്ങിയില്ലായിരുന്നു അന്ന്. ഇത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ ഓർത്തിട്ട് എന്താണെന്ന് പ്രധാനം, അന്ന് ഇതിൽ വളരെ പട്ടികയായിട്ടൊരു കാലഘട്ടമായിരുന്നു. അന്ന് അവിടെ ആ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അന്ന് ബിരിയാണിയും ഭക്ഷണമൊക്കെ കൊടുത്ത് എൻ്റെ വീട്ടിൽ വെച്ച് അതായിരുന്നു ആദ്യം കൊടുത്ത സംഭവം. അത് ഞാനൊന്നും ഓർക്കുന്നുണ്ട്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും മൊമന്റോയും ഉപഹാരങ്ങളും നൽകി. ഫോറം പ്രസിഡന്റ് VPM സാലിഹ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ മാനവേന്ദ്രനാഥ്, ഡോക്ടർ N മുഹമ്മദ് അലി, ഡോക്ടർ ദീപു ജേക്കബ്, സുരേഷ് പൂവാട്ടുമീത്തൽ, K മുഹമ്മദ് അലി, P നബീൽ ബാബു, K ബാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഫോറം കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി VP അസീസ് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു. ഈ ചാനൽ വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.